സ്വാഗതം ലൈവ് അറ്റ് 6. ആദ്യം തലക്കെട്ട്. ബി.ജെ.പി. ഫണ്ട് തട്ടിപ്പിൽ നിർണായക ശബ്ദരേഖ പുറത്ത്. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപയെന്ന് കമ്മീഷൻ നൽകിയ കമ്പനിയുടെ പ്രതിനിധി. ബി.ജെ.പി. നേതാവിന്റെ ട്രാവൽസ് കള്ളബില്ല് നൽകിയും പണം തട്ടി. പരാതി വന്നാൽ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണം. അനുമതിയില്ലാതെ പ്രധാന തീരുമാനങ്ങൾ പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സാമ്പത്തിക ചെലവുള്ള പദ്ധതികൾക്ക് വിലക്ക്. ബോർഡിന്റെ താൽക്കാലിക ചുമതല വഖഫ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക്. ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി. പ്ലീഡർ നിയമനത്തിൽ തെറ്റില്ലെന്ന് VD സതീശൻ. ആരോപണ നിഴലിലുള്ള 2 പേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിലുള്ളവർ. പാർട്ടി സംഘടനകൾ നൽകുന്ന ലിസ്റ്റുകൾ അതേപടി നടപ്പാക്കാനാവില്ല. ഹിന്ദു ഐക്യവേദിക്കാരെ കണ്ടതിൽ തെറ്റില്ല. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ലെന്ന G. സുകുമാരൻ നായരുടെ ആരോപണത്തിൽ വാക്പോര്. സുകുമാരൻ നായരെ തിരിച്ചു വിളിച്ചുവെന്ന് VD സതീശൻ. ജനാധിപത്യ മര്യാദ കാണിച്ചില്ലെന്നും ഇനി കാണാൻ താല്പര്യമില്ലെന്നും സുകുമാരൻ നായർ. സുരേഷ് ഗോപി NSS ആസ്ഥാനത്തെത്തിയത് വോട്ടിനു വേണ്ടിയെന്നും വിമർശനം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ കേസിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. 17 വർഷം സർവീസുള്ള IAS ഓഫീസർ വിവാദ ഉത്തരവിറക്കിയത് ചെറിയ കാര്യമല്ല. K. ബിജു IAS വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്ന് കോടതി. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയ്ക്കുള്ള ശിക്ഷ നാളെ ഉണ്ടാകും. ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ലോകകപ്പ് ഫൈനലിൽ സ്പെയിനെതിരെ എതിരാളികളെ ഇന്നറിയാം. സെമിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. അറ്റ്ലാന്റയിൽ രാത്രി 12:30 കിക്ക് ഓഫ്. വിശദമായി. ബി.ജെ.പി. ഫണ്ട് തട്ടിപ്പിൽ നിർണായകമായ ശബ്ദരേഖ പുറത്തുവന്നു. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടേതാണ് പുറത്തുവരുന്ന ഓഡിയോ. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ കുടിശ്ശിക നൽകാമെന്ന ധാരണ പാലിക്കപ്പെട്ടില്ലെന്നും ഓഡിയോയിൽ പറയുന്നു. അതേസമയം ദേശീയ നേതൃത്വത്തിന് ലഭിച്ച ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാട്ടിയും പണം തട്ടി. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നമ്മുടെ ആ പേയ്മെൻറ്റ് ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തുവരികയാണ്. സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടി വാങ്ങിയതിന് കമ്മീഷൻ നൽകിയെന്ന് നേരത്തെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BS സന്തോഷ് ലഭിച്ച പരാതിയിൽ പറഞ്ഞിരുന്നു. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ കമ്പനി പ്രതിനിധി കൊടി നൽകിയ പ്രതിനിധി BJP നേതാവുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 31 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം മുഴുവൻ തുകയും നൽകുമ്പോൾ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ധാരണ. പക്ഷേ 31 ലക്ഷം രൂപ നേരത്തെ കൊടുത്തു. ഇനിയും 4.65 ലക്ഷം രൂപ തനിക്ക് കിട്ടാനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കുടിശ്ശിക നൽകാമെന്നായിരുന്നു അഞ്ജനയുടെ ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. തന്റെ കാര്യം ബുദ്ധിമുട്ടിലാണ്. കമ്പനി വലിയ പ്രതിസന്ധിയിലാണ്. ഉടൻ ഫണ്ട് റിലീസ് ചെയ്യണം. വാഗ്ദാനം ലംഘനം നടത്തി അഞ്ജന കമ്മീഷൻ നേരത്തെ വാങ്ങിയിട്ടും ഈ തുക
വിട്ടു നൽകുന്നില്ല, ബാക്കി നൽകുന്ന പരാതിയാണ് ഈ കട ഉടമ, ഈ കൊടി നൽകിയ കമ്പനി ഉടമ BJP നേതാവിനോട് പറയുന്നത്. BJP കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതിനും ഇടയിൽ തന്നെയാണ് മറ്റ് ബില്ലുകളുടെ കാര്യത്തിലും ഉള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഈ ഓടാത്ത കാറിന് ടാക്സി ബില്ല് വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇവിടെ ഒരു ബില്ല് BL സന്തോഷിന് മുമ്പാകെ വന്ന പരാതിയിൽ വന്ന ബില്ലിന്റെ കണക്ക് ഇപ്രകാരമാണ്: ഒരു ദിവസം 27 മണിക്കൂർ ടാക്സി ഓടി എന്ന തരത്തിലുള്ള ബില്ലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പരമാവധി 24 മണിക്കൂർ മാത്രം ഒരു ദിവസം ഉള്ളപ്പോൾ അവിടെ 27 മണിക്കൂർ ഓടി എന്ന് പോലും കണക്ക് നൽകി BJPയുടെ ഫണ്ട് തട്ടിക്കാൻ ശ്രമം നടത്തിയത് മാത്രമല്ല അവിടെ ഫണ്ട് തട്ടിക്കുകയും ചെയ്തു. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് ഈ തട്ടിപ്പ് ഉള്ളത്. BL സന്തോഷ് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് പുറത്തായത്. മാത്രമല്ല അതിന് നൽകിയ GST നമ്പർ അതും വ്യാജമെന്നും തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് അത് ഓരോ ദിവസവും പുറത്തുവരികയാണ്. അഴിമതി മൂടിവെക്കാൻ, ക്രമക്കേട് മൂടിവെക്കാൻ BJP നേതൃത്വം ശ്രമിക്കുമ്പോഴും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് വരുത്തിയെടുക്കാൻ അവർ ശ്രമിക്കുമ്പോഴും ഓരോ ദിവസവും പുതിയ തെളിവുകളാണ് BJPക്കെതിരെ വരുന്നത്. പോലീസിലടക്കം പരാതി വന്നു കഴിഞ്ഞു. BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ഈ വിഷയത്തിൽ യഥാർത്ഥ പ്രതിസന്ധി എന്നോ അല്ലെങ്കിൽ നടപടികൾ എന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല. ഇതേ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായി. BJP ഫണ്ട് തട്ടിപ്പിൽ ഇതുവരെ സർക്കാരിനൊന്നും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. പരാതി വന്നാൽ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. കംപ്ലൈന്റ് വന്നാൽ അപ്പൊ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. കോടതിയുടെ അനുമതിയില്ലാതെ പ്രധാന തീരുമാനങ്ങളും വലിയ സാമ്പത്തിക ചെലവുള്ള തീരുമാനങ്ങളും എടുക്കരുത്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിലക്കുണ്ട്. താൽക്കാലിക ചുമതല വഖഫ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു എന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. സുകുമാരൻ നായർ വിളിച്ചപ്പോൾ ബജറ്റിന്റെ തിരക്കിലായിരുന്നു. പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ സുകുമാരൻ നായർ കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യമറിയിച്ചു. കാണാമെന്ന് മറുപടി നൽകിയെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിന്റെ തയ്യാറെടുപ്പിന്റെ സമയത്ത് എന്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വളരെ കോടിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ. ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദം സുകുമാരൻ നായർ തള്ളി. മുഖ്യമന്ത്രിയെ കാണാൻ പലതവണ സമയം ചോദിച്ചിട്ടും സമയം നൽകിയില്ലെന്നും ഒരു ജനാധിപത്യ മര്യാദ അദ്ദേഹം കാണിച്ചില്ലെന്നുമാണ് സുകുമാരൻ നായരുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെ ഇനി കാണാൻ തനിക്ക് താല്പര്യമില്ല. വോട്ട് ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം സുരേഷ് ഗോപി പെട്ടെന്ന് NSS ആസ്ഥാനത്ത് എത്തിയതെന്നും ഈ വിവാദത്തോട് സുകുമാരൻ നായർ പ്രതികരിച്ചു. ഞാൻ കാണാൻ അങ്ങോട്ട് ചോദിക്കുമ്പം സമയം തരാത്ത ആളെ പിന്നെ ഞാനെന്തിനെ കാണുന്നു? എനിക്ക് താല്പര്യമില്ല. ഞാൻ VD സതീശനല്ല, എന്നെ കാണാനല്ല ശ്രമിച്ചത്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കാണാനാണ് ഞാൻ ഈ അനുവാദം ചോദിച്ചത്. ഞാനൊരു വോട്ടറാണ്. ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ആ പരിഗണനയൊക്കെ കണക്കാക്കേണ്ടതല്ലേ? എന്താ കാര്യമെന്ന് പോലും അന്വേഷിക്കാതെ ഈ നമ്മുടെ റിക്വസ്റ്റ് യാതൊരു മറുപടിയും തരാതിരിക്കുകയാണ് ചെയ്തത്. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല, വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ഒരാളെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാര്യം വേറെ എന്തെങ്കിലും പറയാനോ സാധിക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ ഈ സമയം ചോദിച്ചത്. പ്ലീഡർ നിയമന വിവാദത്തിൽ ലോയർ കോൺഗ്രസിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിയെന്ന്. തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ആരോപണ വിധേയരായ രണ്ടുപേരും ലോയർ കോൺഗ്രസിന്റെ പട്ടികയിലുള്ളവർ തന്നെയാണ്.
അവരുടെ മറ്റു പശ്ചാത്തലവും പരിശോധിച്ചിട്ടാണ് നിയമനം നൽകിയത്. പ്ലീഡർ നിയമനത്തിൽ ലോ കോളേജ് KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യമെന്നാണ് VD സതീശന്റെ ചോദ്യം. എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവര് പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത രണ്ടുപേരെ ആക്കണമെന്ന് പറയും. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റ് തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. രണ്ടുപേരും മെമ്പർമാരാണ്. രണ്ടുപേരും വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അതാ AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ബിൽഡർമാര് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അവര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJPയിൽ നിന്ന് വന്ന ഒരാൾ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബിൽഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് വലിയ വിവാദമായിരുന്നു. ഈ വിഷയത്തിൽ നിന്ന് VD സതീശന്റെ പ്രതികരണമുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കൾ സമയം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവരെ കണ്ടത്. അവരെ കാണില്ലെന്ന് പറയാൻ തനിക്ക് കഴിയുമോ? പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി ഒളിച്ചല്ല താൻ കണ്ടത്. ഇതാണ് മുഹമ്മദ് റിയാസിനുള്ള തന്റെ മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ കോൺഗ്രസിന്റെയും UDFന്റെയും മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ പ്രതികരിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ രണ്ടുപേരെ എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? ഞാൻ കോൺഗ്രസിന്റെ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്. പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എന്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതേ വിഷയത്തിൽ VD സതീശന് മുഹമ്മദ് റിയാസ് വീണ്ടും മറുപടി നൽകുകയാണ്. RSSന് മുന്നിൽ കുമ്പിട്ട് നിന്ന പാരമ്പര്യം പിണറായി വിജയനല്ല, VD സതീശനാണ്. ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കല്ല മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. സംഘപരിവാറുകാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരങ്ങുകയാണെന്നും റിയാസ് ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയല്ല പൊതുവെ പറയുന്നത്. ഇപ്പോൾ പ്ലീഡറെ ലക്ഷണമൊത്ത ഒരു BJPക്കാരനെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയത് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉയർത്തി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന KSU ഉയർത്തി. ആ KSUവിനെ അപമാനിക്കുന്ന നിലയിലുള്ള ചില പ്രസ്താവനകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. യഥാർത്ഥത്തിൽ ആ മറുപടി സംഘപരിവാറിന്റെ നേതാക്കന്മാർ കേരളത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിൽ ആരും ഇവിടെ തെറ്റു പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ഞാൻ ഉന്നയിച്ചപ്പോഴത് പറഞ്ഞിരുന്നു. എന്നാൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരങ്ങുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അസംബന്ധം പറയുക, ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. എന്തായാലും RSSന്റെ തലവന് മുമ്പിൽ കുമ്പിട്ട് നിന്ന് നിലവിളക്ക് കത്തിച്ച പാരമ്പര്യമല്ല സഖാവ് പിണറായി വിജയനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളത് എന്നുള്ളത് ശ്രീ VD സതീശനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാർ നിലപാട് ദുരൂഹമാണെന്നും മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ ഉടമസ്ഥത സർക്കാരിനാണെന്ന വസ്തുത മറച്ചുവെച്ച് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഈ കത്തിൽ പറയുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും എന്നാൽ നാടിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഏതു നീക്കത്തെയും ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ കേസിലെ കോടതിയലക്ഷ്യ നടപടിയിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. 17 വർഷം സർവീസുള്ള സീനിയർ ഉദ്യോഗസ്ഥനാണ് വിവാദ ഉത്തരവിറക്കിയതെന്ന് കോടതി പറഞ്ഞു. K. ബിജു IAS വാർത്താസമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും കോടതി നിരീക്ഷണമുണ്ടായി.
കോടതി സമ്മർദ്ദം കാരണം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയെന്നായിരുന്നു ബിജുവിന്റെ ആദ്യ വിവാദ ഉത്തരവ്. മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയിലെടുത്ത സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടെന്നി ജോപ്പനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് ശ്രീധരൻ നായർ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ ഈ നീക്കം. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ ഉപദ്രവിച്ചു എന്നായിരുന്നു കേസ് റദ്ദാക്കിയതിലുള്ള ടെന്നി ജോപ്പന്റെ പ്രതികരണം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തമിഴ്നാട് സർക്കാരിന്റെ സഹായം തേടിക്കൊണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. DGPയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ലഹരിക്കടത്തിനെതിരെ അന്തർ സംസ്ഥാന തലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് കർണാടക, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ DGPമാരുമായി നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിച്ചിരുന്നു. കൊച്ചിയിൽ മോഹൻലാൽ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് വിജയെ രമേശ് ചെന്നിത്തല ക്ഷണിച്ചു. We wanted to take the help of the Tamil Nadu Chief Minister. He is the most favorite of the youngsters. If he says something, the youngsters will follow. So drug menace is more in among the youngsters and college students. So we appeal to him for the help from the fight. He agreed. And he told me that he has already done a marathon for that. So I requested him, wherever you go, you speak on drug menace. He agreed to that. So we are very happy that he has extended all support for that. വയനാട് കള്ളാടിയിലെ ദുരന്തബാധിത മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഉടനെ നീക്കം ചെയ്യണമെന്ന് ദുരന്തത്തിന് മുന്നേ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിന് മുൻകൂർ ജാമ്യമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ടിനി ടോമിനെതിരെ നേരത്തെ കേസെടുത്തത്. കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ വിധി എന്നുണ്ടാകുമെന്ന് നാളെ അറിയാം. ശിക്ഷാവിധിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് പൂർത്തിയായി. പ്രതിയായ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസിൽ നിയമസഹായ സമിതിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് നാളെ കോടതിയിൽ ഹാജരാക്കും. ഇതുകൂടി പരിഗണിച്ച ശേഷമാകും കോടതി അന്തിമ തീരുമാനമെടുക്കുക. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ നാളെ ഒരു ധാരണയാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രതിയായ ചെന്താമരയുടെ ശിക്ഷാവിധിമേലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് പൂർത്തിയായി. പ്രോസിക്യൂഷൻ ഇയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ഇയാളൊരു ക്രിമിനലാണ്, കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ള ആളാണ്. 2019 ഒരു കൊലപാതകം ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് അതേ കുടുംബത്തിലെ 2 പേരെ 2025 കൊന്നു. മാത്രമല്ല ഇയാൾ മറ്റു പലരെയും കൊല്ലുമെന്ന ഭീഷണിയുണ്ട്. ആ കുടുംബത്തിൽ തന്നെ ആ കുട്ടികൾക്ക് ഭീഷണിയുണ്ട്. അയൽവാസികൾ ഇയാൾ കാരണം നാടുവിടുന്നൊരു സാഹചര്യമുണ്ട്. പുഷ്പ, ശിവരാജൻ തുടങ്ങിയവർ ഇയാൾ കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് പോലീസിനെയും കോടതിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങിയാൽ ആ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാം തന്നെ വലിയ ഭീഷണിയാകുമെന്നും മാത്രമല്ല ഇയാൾക്ക് കുറ്റകൃത്യങ്ങളിൽ ഒരു തരത്തിലും പശ്ചാത്താപമില്ലെന്നും അയാൾക്ക് അതിൽ മാനസാന്തരപ്പെടാനുള്ളൊരു താല്പര്യമില്ല, അയാൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നും ഇനിയും അയാൾ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമെന്ന് വ്യക്തമാണെന്നുമൊക്കെ ആ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മാറ്റമില്ലാത്ത മനോനിലയുള്ള ഈ പ്രതി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്നിരിക്കെ ഇയാൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് പൂർത്തിയായി. പ്രതിഭാഗം എന്നാൽ ഇതിനെ പ്രതിരോധിച്ചു കൊണ്ടുവന്നു. ഇയാൾക്ക് പ്രായത്തിൻ്റെ ഒരു പരിഗണന നൽകണം. അതുപോലെ തന്നെ ഇയാൾക്കെതിരെ സാഹചര്യത്തിൽ മാത്രമാണുള്ളത്. മുൻപൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടത് രണ്ടാമതൊരു കേസിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാകുന്നില്ല എന്ന വിധിയൊക്കെ പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും തെളിയിക്കപ്പെട്ട കോടതി തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതൊക്കെ എത്രമാത്രം അംഗീകരിക്കപ്പെടുമെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മിറ്റിഗേഷൻ റിപ്പോർട്ട്, നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് നാളെ കോടതിയിൽ ഹാജരാക്കും. അതിന്മേൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വിധി എന്നാണെന്ന് വ്യക്തമാവുക. അതോടൊപ്പം തന്നെ നാളെ പ്രതിയെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹാജരാക്കുന്നതുകൊണ്ട് തന്നെ നാളെ ഇതിൽ വാദം നടക്കുമ്പോഴും വിധി വരില്ല എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. വിധി എന്ന് വരുമെന്നത് നാളെ അറിയാം എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. വിധി നാളേക്കല്ല വെച്ചിട്ടുള്ളത്. നാളേക്ക് വെച്ചിട്ടുള്ളത് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്. വിധി എന്ന് വരുന്നത് അറിയാൻ പറ്റുമോ? അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ്
വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്, അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്, അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും. എന്താണെങ്കിലും വിധി എന്നുള്ളതിൽ നാളെ ഒരു ധാരണയാകും. ഒരുപക്ഷെ പരമാവധി ശിക്ഷയായ വധശിക്ഷ ഇയാൾക്ക് ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ചുള്ള കോടതിയുടെ ഇതുവരെ നടപടിക്രമങ്ങളൊക്കെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് കൃത്യമായ നിയമത്തിൻ്റെ അനുശാസിക്കുന്ന രീതികളിലാണ്. അതായത് മിറ്റിഗേഷൻ റിപ്പോർട്ടും മറ്റും ഹാജരാക്കി ഇയാൾ ഒരു തരത്തിലും മാനസികാവസ്ഥയിൽ പ്രശ്നമുള്ള ആളല്ല എന്നും മനപരിവർത്തനമോ അല്ലെങ്കിൽ പശ്ചാത്തലമോ ഇല്ലാത്ത ആളാണെന്നും ഇയാൾ സമൂഹത്തിന് ബാധ്യതയാണെന്നും ഒക്കെ ഉറപ്പിക്കുക എന്നൊരു നടപടി കൂടി ഒരുപക്ഷെ പൂർത്തിയാക്കാനാകാം ഇത്രയും ഈ നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നത്. ഉയർന്ന ചോദ്യം ഇതാണ്, ഇയാൾക്ക് വധശിക്ഷ ലഭിക്കുമോ അതോ ഇല്ലയോ? എന്താണെങ്കിലും എന്ന് ആ വിധി വരും എന്ന കാര്യത്തിൽ നാളെ ഒരു അന്തിമ ധാരണയുണ്ടാകും. പ്രജിത് കോങ്ങാടനും അഖിലോട്ട് പാർക്കിയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. ഏഴംകുളം സ്വദേശി അരുണാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. തൂങ്ങി മരിക്കും മുമ്പ് ഷഹാനയെ അരുൺ മർദ്ദിച്ചിരുന്നു. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനക്കൂട്ടം. സത്രപ്പടി ഭാഗത്ത് 20ഓളം കാട്ടാനകളാണ് പുഴയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചത്. കുട്ടിയാനകൾ മുതൽ വലിയ കൊമ്പന്മാർ വരെ ഉൾപ്പെട്ടതായിരുന്നു ഈ ആനക്കൂട്ടം. ആനകൾ ഇവിടെ കൂട്ടമായി എത്താറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരുമിച്ച് പുഴയിൽ ഇറങ്ങുന്നത് അപൂർവമായ കാഴ്ച. ഇനിയൊരു ഇടവേള. Champions are in the arena. Rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാണ്. സ്പെയിനെ നേരിടാൻ ആരെത്തി? ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ് രണ്ടാം സെമിയിലെ ആവേശപ്പോര്. 2005 ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. അറ്റ്ലാന്റയിൽ രാത്രി 12:30 കിക്ക് ഓഫ്. ഇത് യുദ്ധത്തിന്റെ രാത്രിയാണ്. ആകാശവും ഭൂമിയും വിറയലോടെ മാത്രം ഉറ്റുനോക്കുന്ന രാത്രി. അറ്റ്ലാന്റയിലെ വേലിക്കുള്ളിൽ ബൂട്ടുകളിൽ നിന്ന് മിസൈലുകൾ പായുമ്പോൾ നാൽക്കാലിൽ കെട്ടിയ വലകൾക്ക് തീപിടിക്കും. യുദ്ധഭൂമിയിലെ 11 യോദ്ധാക്കൾ ഓരോ സ്ഫോടനങ്ങൾക്കും മരുന്ന് നിറയ്ക്കുമ്പോൾ തീ പകരാൻ കാത്തിരിക്കും ഗാലറിയിലെ കാലാൾപ്പട. ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ 44-ാം ആണ്ടിൽ വീണ്ടും അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ യുദ്ധം. ലോക ചാമ്പ്യന്മാരുടെ 3 നോക്കൌട്ട് മത്സരങ്ങളും എക്സ്ട്രാ ടൈമിലാണ് അവസാനിച്ചത്. കേപ്പ് വെർഡെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ കടലാസിലെങ്കിലും ദുർബലരായ എതിരാളികളാണ് മെസ്സിയെയും അർജന്റീനയെയും 90 മിനിറ്റുകളും പിടിച്ചുകെട്ടിയത്. വീര്യം കൂടിയ വീഞ്ഞായി ലയണൽ മെസ്സി കളം വാഴുന്നുണ്ടെങ്കിലും തലവേദനകൾ ഏറെയുണ്ട് കോച്ച് സ്കലോണിക്ക്. ലെഫ്റ്റ് ബാക്കിൽ താലിയഫിക്കോയും
റൈറ്റ് ബാക്കിൽ മൊളീനയും ദുർബലമായ കണ്ണികളാണ്. റോഡ്രിഗോ ഡി പോളിന്റെ ഫോമില്ലായ്മയാണ് മറ്റൊന്ന്. ത്രസിപ്പിക്കുന്ന ഗോൾ നേട്ടത്തോടെ ഹൂലിയൻ അൽവാരസ് കൂടുതൽ ഫോമിലേക്ക് ഉയരുമെന്ന് കരുതാം. ആക്രമണത്തിലെ മൂർച്ച തന്നെയാണ് ഇംഗ്ലണ്ടിനും കരുത്ത്. ഹാരി കെയ്ൻ ഗോൾ അടിക്കാതെ പോയാൽ പിന്നിൽ നിന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം എത്തും കണക്കു തീർക്കാൻ. ഡിഫൻസീവ് വീഴ്ചകളാണ് ഇംഗ്ലണ്ടിനും തലവേദന. സ്കലോണിയെ പോലെ തന്നെ തന്ത്രജ്ഞനാണ് ടുഷേലും. മരുന്നിന് മറുമരുന്ന് സ്റ്റോക്കുണ്ട് രണ്ട് പരിശീലകരുടെയും കീശയിൽ. മെസ്സിയോളം മെസ്സി മാത്രമെങ്കിലും എല്ലാവരിലും കണ്ണുണ്ടാവുമെന്ന് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പിക്ഫോർഡ്. He's scored so many goals and he's contributed to so many goals as well over his career, and it's a great to be able to finally come up against him for so long and watching him as a kid. And yeah, but we all know how good Messi is, but we also know how good Argentina is, so can't just solely rely on Messi. We've got to focus on the other strengths as well and the other weaknesses we can take advantage of. പതിനാല് തവണയാണ് ഇരു ടീം മുഖാമുഖമെത്തിയത്. 6 തവണ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീന നേട്ടമുണ്ടാക്കിയത് 3 തവണ മാത്രം. 39കാരനെങ്കിലും മെസ്സിക്ക് ഇന്നാണ് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇംഗ്ലണ്ടും അർജന്റീനയും രാജ്യാന്തര വേദിയിൽ പോരടിക്കുന്നത്. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കടും നീല ജേഴ്സിയിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വെടിക്കോപ്പുകളുമായി ഇംഗ്ലണ്ട് എത്തുന്നത് വെള്ള നിറത്തിലാണ്. വെണ്ണീറാകുന്നത് ആരായാലും ആരാധകർക്കാണ് നഷ്ടം. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. കടും നീല നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാനുള്ള അർജന്റീനയുടെ തീരുമാനത്തെ കൗതുകത്തോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 1986 ക്വാർട്ടർ ഫൈനലിലും 1998 പ്രീ ക്വാർട്ടറിലും എവേ ജേഴ്സിയിലാണ് ഇംഗ്ലണ്ടിനെ അർജന്റീന തോൽപ്പിച്ചത്. ഈ ചരിത്രം സെമിയിലും ആവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് അർജന്റീന ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് വിലയിരുത്തൽ. അർജന്റീനയുടെ ഈ അന്ധവിശ്വാസത്തെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ഇംഗ്ലണ്ട് പരിശീലകന്റെ പ്രതികരണം. 6 മത്സരങ്ങളിൽ 5ലും നീലാവെള്ള ജേഴ്സിയിലിറങ്ങിയ അർജന്റീന പ്രത്യേക അഭ്യർത്ഥന നടത്തിയാണ് എവേ ജേഴ്സിക്കുള്ള അനുമതി നേടിയത്. ഇതിനു പിന്നിൽ ചില വിശ്വാസങ്ങളാണെന്ന് പറയാതെ വയ്യ. എതിരാളികൾ ഇംഗ്ലണ്ടായതും 86 ലോകകപ്പ് ക്വാർട്ടറിലെ ജയം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ആരും മറക്കില്ല എന്നതും ഈ ആലോചനയ്ക്കുള്ള പ്രേരണയാണ്. ഡിയഗോ മറഡോണയും അദ്ദേഹത്തിന്റെ ദൈവിക കരസ്പർശവും ഇംഗ്ലണ്ടിന്റെ മനസ്സിൽ ഇന്നും മായാമുറിവാണ്. ആ മുറിവിലേക്ക് കനൽ കോരിയിട്ടാണ് മറഡോണ തന്റെ വിശ്വരൂപം പ്രകടമാക്കി നൂറ്റാണ്ടിലെ ഗോൾ നേടുന്നത്. വീണ്ടും അർജന്റീനയ്ക്കെതിരെ കളത്തിലെത്തുമ്പോൾ അതും ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെ വേട്ടയാടും കടും നീല നിറവും കയ്പുമാറാത്ത ആ തോൽവിയും. 98 പ്രീ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ തകർത്തപ്പോഴും കടും നീല നിറത്തിലായിരുന്നു അർജന്റീന. കബാല എന്ന് അർജന്റീനക്കാർ വിളിക്കുന്ന ഈ അന്ധവിശ്വാസത്തെ പരിഹസിക്കുന്ന മട്ടിലായിരുന്നു ഇംഗ്ലണ്ട് കോച്ചിന്റെ പ്രതികരണം. നീല ജേഴ്സി ധരിക്കാൻ കാരണം എന്തെങ്കിലും അന്ധവിശ്വാസമാണെങ്കിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നാണ് ടുഹേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. Argentina plays in blue and we play in white, and that is because Argentina is this is a lucky shirt, or they chose this. No, it's because we're Team A. I would have done the same. If there was any superstition combined with it, I would have done the same. So credit to them. I was not aware of that. I have my superstitious routines, and I have my routines, and you can call it superstitious or being superstitious or routines. I will not tell you, because another superstition is that if I tell you it will not work. ഫിഫയുടെ ഔദ്യോഗിക ഷെഡ്യൂൾ പ്രകാരം ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ഹോം ടീം. എവേ ടീമായ അർജന്റീനയ്ക്ക് എവേ ജേഴ്സി അണിയാൻ സാങ്കേതികമായി തടസ്സവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ദൗർഭാഗ്യങ്ങളും ഈ ജേഴ്സിയിൽ അർജന്റീനയ്ക്കുണ്ട്. 2 ലോകകപ്പ് ഫൈനലുകളിൽ തോറ്റപ്പോൾ കടും നീല ജേഴ്സിയായിരുന്നു വേഷം. 1990-ലും 2014-ലും. ഭാഗ്യമോ ദൗർഭാഗ്യമോ, എവേ ജേഴ്സിയുടെ എഫക്റ്റിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. അതിശക്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് സ്പെയിൻ ലോകകപ്പിന്റെ സെമിയിലെത്തിയത്. ഒയർസബാലും പെഡ്രോ പെറോയുമാണ് ഗോൾ സ്കോറർമാർ. ആദ്യ വിസിൽ മുതൽ സമ്പൂർണ്ണമായി മത്സരം നിയന്ത്രിച്ച സ്പെയിൻ ഫ്രാൻസിനെ നിശബ്ദരാക്കി കളഞ്ഞു. എന്തൊരഴകായിരുന്നു ആ കാൽപെരുമാറ്റത്തിന്. വന്യവേഗത്തെ മന്ദമാക്കിയ സ്പാനിഷ് കാവ്യഭംഗി.
റോദ്രി എന്നൊരു നായകനും ഒറ്റമരക്കാട് പോലെ അവർ 10 പേരും. ഒന്നായി നിന്നാൽ ഒന്നും അസാധ്യമല്ലെന്ന് ട്രയോണ്ട പന്തുകൊണ്ട് കോറിയിടുകയായിരുന്നു ലാറോജ. ചീറ്റപ്പുലികളെന്ന് കരുതിയവരൊക്കെ പമ്മി പമ്മി നിന്നത് പായാൻ അറിയാത്തതുകൊണ്ടല്ല, എതിരാളികൾ വിടാത്തതുകൊണ്ടാണ്. കാലിൽ പന്തൊട്ടിച്ച് കുതിച്ചിരുന്ന എംബപ്പയുടെ നിഴല് കണ്ട് അമ്പരന്നു ഡാളസിലെ വരയ്ക്കിപ്പുറമിരുന്ന ആരാധകർ. ഡെംബലയും ഒലീസയും താളം പിഴച്ച വാദ്യക്കാരെ പോലെ കൂട്ടം തെറ്റി നിന്നു. അപ്പോഴാണ് ഒരു പുഴ പോലെ സ്പെയിൻ പരന്നൊഴുകിയത്. 2 തവണ ഫ്രഞ്ച് വലയിലേക്ക് ആ കുത്തൊഴുക്ക്. 20-ാം മിനിറ്റിൽ പിടിതരാത്ത വരാലിനെ പോലെ വഴുതിയെത്തിയ എമാലിനെ ലൂക്കാസ് ഡീനെ തൊഴിച്ചിട്ടത് ബോക്സിൽ. പെനാൾട്ടി സ്പോട്ടിലേക്ക് റഫറിയുടെ ചൂണ്ടുവിരൽ നീണ്ടപ്പോൾ പ്രതിഷേധ പ്രളയമായി. കാര്യമില്ല, വീരന്മാർക്കൊപ്പമാണ് എന്നും വീരേതിഹാസം. ഒയർ സബാൾ തൊടുത്തത് മൈഗ്നനെ കടന്ന വലയിൽ. ഗോളൊന്നു വീണതും പതറിപ്പോയ ഫ്രഞ്ച് പടയെ പടുകുഴിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു കാളപ്പോരുകാർ. നിലയ്ക്കാത്ത പ്രവാഹത്തിനൊടുവിൽ 58-ാം മിനിറ്റിൽ വീണ്ടും പ്രഹരം. പെഡ്രോ പോറോ, ഡാനി ഓൾമോ കൂട്ടുകെട്ടിൽ പിറന്ന ഗോൾ ഫ്രാൻസിന്റെ മനോവീര്യത്തിനു മേലാണ് ചുറ്റികയായത്. എല്ലാം കൈവിടുന്നുവെന്ന തിരിച്ചറിവിൽ നിലവിട്ടുപോയ എംബാപ്പയും ഡെംബലയും ഈ ദിനം ഓർത്തുവെക്കില്ലെന്നുറപ്പ്. നീരാളിയെപ്പോലെ കൈയും കാലും നീട്ടിപ്പടർന്ന സ്പാനിഷ് കീപ്പർ ഉനൈ സിമോൺ ഫ്രാൻസിന് മുന്നിലെ എല്ലാ ചെറുവാതിലുകളും കൊട്ടിയടച്ചു. ഇതുപോലൊരു മടക്കം ആഗ്രഹിച്ചിരുന്നില്ല ദിദിയർ ദശാംസ്. പക്ഷേ സ്പെയിൻ അത്തരത്തിലൊരു വിധി മുന്നേ നിശ്ചയിച്ചിരുന്നു. ഗോളാരവങ്ങളുടെ നല്ല നിമിഷങ്ങൾക്ക് നന്ദി പ്രിയ ഫ്രാൻസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ഗോളം in association with Maither Eagle FC Kerala. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.